ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു ലൂക്കോസ്. ഇദ്ദേഹം വിജാതീയനും വൈദ്യനും പൗലോസിന്റെ സഹയാത്രികനും ആയിരുന്നു. ലൂക്കോസ് ഒരു നല്ല ഗ്രന്ഥകർത്താവും ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ചുരുക്കമായി മാത്രമേ ലൂക്കോസിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുള്ളൂ. ലൂക്കോസിന്റെ സ്വദേശം, മാതാപിതാക്കൾ, കുടുംബ അന്തരീക്ഷം, എങ്ങനെ ദൈവവിളിയുണ്ടായി തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എന്നാൽ പൗലോസിന്റെ സന്തത സഹചാരിയും മർക്കോസിന്റെ സ്നേഹിതനുമായിരുന്നു ലൂക്കോസ്. അങ്ങനെയെങ്കിൽ വൈദ്യനായ ഈ ലൂക്കോസ് തന്നെയാണ് 3-ാം സുവിശേഷവും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, പൗലോസിന്റെ രോഗാവസ്ഥയിൽ ആവശ്യമായ പരിചരണം നൽകിയിരുന്നതും ഈ വൈദ്യൻ തന്നെ ആയിരിക്കണം. ലൂക്കോസിന്റെ ചില സ്വഭാവ ശ്രേഷ്ഠതകൾ. ഒന്നാമതായിട്ട്, സകലരെയും ചേർത്ത് നിർത്തുന്ന ലൂക്കോസ്. സുവിശേഷത്തിൽ താൻ എഴുതിയ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയായിരുന്നില്ല ലൂക്കോസ്. അദ്ദേഹം 2-ാം തലമുറയിൽപ്പെട്ട ഒരു ക്രൈസ്തവനായിരുന്നു. പൗലോസിന്റെ യാത്രാ സ്നേഹിതനായിരുന്ന വൈദ്യനായ ഈ ലൂക്കോസ് സ്വന്തം ഇഷ്ടപ്രകാരം താൻ ശേഖരിച്ച വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയതാണെന്ന് കരുതപ്പെടുന്നു. പാപികളുടെയും പുറന്തള്ളപ്പെട്ടവരുടെയും ദരിദ്രരുടെയും രക്ഷകനായിട്ടാണ് യേശുവിനെ ഈ സുവിശേഷത്തിൽ ലൂക്കോസ് വരച്ചു കാട്ടുന്നത്. പാപിനിയായ സ്ത്രീയും സക്കായിയും നല്ല ശമരിയാക്കാരനും നഷ്ടപ്പെട്ടുപോയ മകനും ക്രൂശിൽ പശ്ചാത്തപിക്കുന്ന കള്ളനുമൊക്കെ ഈ സുവിശേഷത്തിന്റെ തനിമയെ എടുത്തു കാണിക്കുന്നവയാണ്. അതിനുമപ്പുറം ഈ സുവിശേഷത്തിൽ സ്ത്രീകൾ സജീവവും ക്രിയാത്മകവുമായ നിറ സാന്നിധ്യമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുരിശോളം അനുഗമിക്കുന്ന സ്ത്രീകൾ ലൂക്കോസിന്റെ ദൗത്യ ദർശനത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ്. ദരിദ്രനും വിശക്കുന്നവനും ധനവാന്റെ വീട്ടുവാതിൽക്കൽ കിടക്കുന്ന ലാസറും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെ വീണ്ടെടുപ്പിന്റെ ചലനാത്മകവും സജീവവുമായ ആവിഷ്കാരമാണ് ഈ സുവിശേഷം. തൻ്റെ സുവിശേഷത്തിൽ സകലരെയും ചേർത്ത് നിർത്തുന്ന ഒരു ലൂക്കോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, സകലർക്കും ക്രിസ്തുവിലൂടെ രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ലൂക്കോസ്. ലൂക്കോസ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയായതിനാൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ അദ്ദേഹം അത്യുത്സാഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ യെരുശലേമിൽ നിന്നും റോമിലേക്കുള്ള പ്രയാണത്തിൽ താൻ കടന്നുപോയ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കുവാനും ലൂക്കോസിന് കഴിഞ്ഞു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ ജീവചരിത്രവും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ക്രിസ്തീയ സഭയുടെ ചരിത്രവുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലൂക്കോസിന് യേശു ദൈവിക വാഗ്ദാനങ്ങൾ തന്നിൽ തന്നെ നിറവേറ്റിയ ഒരു മശിഹ ആയിട്ടാണ് കണ്ടിരുന്നത്. നിന്ദ്യമെന്ന് സമകാലിക സമൂഹം കരുതിയ ക്രൂശിൽ യേശു കർത്താവ് തൂക്കപ്പെടുകയും കഷ്ടത അനുഭവിക്കുന്ന ദാസനായി സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തു. അതിലൂടെ നിസ്തുലനായ ദൈവപുത്രനായും പുത്രത്വമെന്ന രക്ഷയ്ക്ക് മറ്റുള്ളവരെയും കർത്താവ് അർഹതയുള്ളവരാക്കിയെന്നും ലൂക്കോസ് വ്യക്തമാക്കുന്നു. അതിനാൽ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയ്ക്ക് ഏവരും ഓഹരിക്കാരാണെന്ന് ലൂക്കോസ് ശക്തവും വ്യക്തവുമായിട്ട് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഈ രക്ഷയ്ക്ക് ഓഹരിക്കാരാകുവാൻ നമുക്കും നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സകലരെയും ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരവസരം കൂടെ തന്നതിനായി നന്ദി പറയുന്നു. അവിടുത്തെ രക്ഷയ്ക്ക് ഞങ്ങളെയും ഓഹരിക്കാരാക്കി തീർക്കണമേ. ആമേൻ.